ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ നമുക്കിന്നത്തെ ക്രാഫ്റ്റിലേക്ക് കടന്നാലോ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാർഡ്ബോർഡും പിന്നെ നമ്മുടെ കടുകുണ്ടല്ലോ അതും യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ക്രാഫ്റ്റാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ദാ ഇവിടെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡ് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ബ്ലാക്ക് പെയിൻ്റാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് കാണാം. അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും. അങ്ങനെ നമ്മൾ മുഴുവനായിട്ട് ഇത് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കോട്ട് പെയിൻറ്റ് നമ്മൾ അടിച്ചിട്ടുള്ളൂ. ഇത് ഉണങ്ങാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊന്നെങ്കിൽ കോട്ട്സ് എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പടം വരച്ചു കൊടുക്കാം. ഇഷ്ടമുള്ള ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. നമ്മളിത് ഡബിൾ ലൈൻ ആയിട്ട് വേണം എഴുതാൻ കേട്ടോ. അതായത് 2 ലൈൻ വേണം. കാരണം എന്താ വെച്ചാൽ നമുക്കതിൽ ഗം അപ്ലൈ ചെയ്തിട്ട് കടുക് ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് തിക്നെസ് വേണമല്ലോ, അതുകൊണ്ടാണ് ഡബിൾ ലൈനായിട്ട് എഴുതാനായിട്ട് പറഞ്ഞത്. നിങ്ങൾക്ക് ഞാൻ ചെയ്യുമ്പോൾ അത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ എഴുതി കൊടുത്തത് കൂടെ ഇതേപോലെ ഫെവിക്കോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ കടുക് വിതറി കൊടുക്കാം. കടുക് മൊത്തത്തിൽ വിതറി കൊടുത്തിട്ട് ഒന്നിങ്ങനെ മറച്ച് പിടിച്ച് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ പശയാവാത്ത ഭാഗത്തുള്ളതൊക്കെ ഇങ്ങനെ താഴത്തേക്ക് വീണ് പൊക്കോളൂ കേട്ടോ. ബാക്കിയുള്ളത് നമ്മൾ ഒരു പെൻസിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ മൊനയിൽ എന്തെങ്കിലും സാധനം വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരുവിധം നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലും ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു പെയിൻറ്റ് വേണമെങ്കിലും അടിച്ചു കൊടുക്കാം. ബ്ലാക്ക് പെയിൻറ്റും നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിൽ കൊടുക്കാൻ പോകുന്നത് ഗോൾഡ് മെറ്റാലിക് കളറാണ് കേട്ടോ. അത് ഒരു കോട്ട് അടിച്ചിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ടും കൂടി നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയിൽ നല്ല ഫിനിഷിങ്ങിൽ വരും കേട്ടോ. അങ്ങനെ ഇത് മൊത്തം നമ്മൾ ഗോൾഡൻ പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതും നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്യണം. ഞാനിവിടെ പിക്ചർ വാർണിഷാണ് യൂസ് ചെയ്യുന്നത്. വാർണിഷ് അടിച്ചു കൊടുത്തില്ലെങ്കിൽ ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ആകെ നാശമായി പോട്ടോ, പൂപ്പലൊക്കെ വന്ന് നാശമായി പോകും. അപ്പോൾ നമ്മൾ എന്തായാലും വാർണിഷും കൂടി അപ്ലൈ ചെയ്യണം. അപ്പോൾ കഴിഞ്ഞു. ഇത് നമുക്ക് ഇതേപോലെ വേണമെങ്കിൽ നമ്മുടെ ചുമരിൽ ഒട്ടിച്ച് വെക്കാം. ഞാനിവിടെ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഫ്രെയിം ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ കുറച്ച് മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഞാനതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതേപോലെ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ആ ഫ്രെയിമിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് ഞാൻ ഈ ഒരു കാർഡ്ബോർഡ് പീസും കട്ട് ചെയ്തെടുത്തത് കേട്ടോ. ഇത് ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ചുമരിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നോക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇതേപോലെ ഫ്രെയിമൊക്കെ ഉണ്ടായി ചാർട്ട് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ കോട്ട്സൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. നമ്മൾ വാർണിഷും കൂടി അപ്ലൈ ചെയ്യണമെന്ന് മാത്രം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ക്രാഫ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എനിക്ക് പിക്ചേഴ്സൊക്കെ അയച്ചു തന്നോളൂ കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയുടെ അവസാനം നിങ്ങളുടെ പിക്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കാം. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.